2024 മാർച്ച് 4 രാവിലെ 8 മണി. ഈ ദിനം പത്തനംതിട്ട റാന്നി താലൂക്ക് ആശുപത്രിയിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വൈശാഖിന് മറക്കാൻ കഴിയില്ല. ഡ്യൂട്ടിക്കായി ആശുപത്രിയിലേക്ക് കാറിൽ വരും വഴി റാന്നിക്കടുത്ത് വലിയ കലിങ്കിന് സമീപം ഒരാൾക്കൂട്ടം ഡോക്ടർ കണ്ടു. വാഹനാപകടമെന്തോ സംഭവിച്ചതാകാമെന്ന് കരുതി ഡോക്ടർ വൈശാഖ് കാർ നിർത്തി ഇറങ്ങി. ഒരു ചെറുപ്പക്കാരൻ റോഡരികിൽ കിടപ്പുണ്ട്. സമീപത്തെ ട്രാൻസ്ഫോമറിൽ നിന്നും യുവാവിന് ഷോക്കേറ്റതാണെന്ന് കൂടി നിന്നവർ പറഞ്ഞു. ഡോക്ടർ വൈശാഖ് ഒട്ടും സമയം കളയാതെ യുവാവിന് CPR നൽകി. സ്വന്തം കാറിൽ ഡോക്ടർ യുവാവിനെ എടുത്തു കിടത്തി. ഉടൻ തന്നെ റാന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് വിളിച്ച് ഷോക്കേറ്റ ആളുമായി താൻ ഉടൻ ആശുപത്രിയിലെത്തും, ചികിത്സയ്ക്കുള്ള സൌകര്യങ്ങൾ തയ്യാറാക്കി നിർത്തണം എന്നും അറിയിച്ചു. അന്ന് ഞാൻ ആക്ച്വലി ആശുപത്രിയിൽ ഡ്യൂട്ടിക്കായിട്ട് വരുന്ന സമയത്ത് ഉദിമൂളിനടുത്ത് ഒരു ആൾക്കൂട്ടം കണ്ട് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ പറഞ്ഞാണ് ഇങ്ങനെ ഷോക്ക് അടിച്ചൊരു ലൈൻമാൻ താഴെ കിടക്കുന്നതാണെന്ന്. അപ്പോൾ ഞാൻ പരിശോധിക്കും പുള്ളിക്ക് ബോധമില്ലായിരുന്നു. അപ്പോൾ റോഡിന്റെ സൈഡിൽ കിടത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന പ്രാഥമിക ചികിത്സ നൽകി, CPR ഉൾപ്പെടെയുള്ള പ്രാഥമിക ചികിത്സ നൽകി എന്റെ വണ്ടിയിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ നിന്ന 2 ആൾക്കാരെ തന്നെ ഞാൻ എന്റെ വണ്ടിയിൽ കയറ്റി. കാര്യം അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ അവരെടുത്ത് പേഷ്യന്റ് CPR കൊടുത്തതിന് ശേഷം പൾസ് വന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് പേഷ്യന്റ് ബോധം പോവുകയാണെങ്കിൽ നെഞ്ചിൽ കംപ്രഷൻ കൊടുക്കുന്ന ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ 2 പേരും വണ്ടിയുടെ പുറകിൽ കയറി. അവരുടെയും വലിയ മനസ്സ് ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കേണ്ടതാണ്. അതിനുശേഷം ഞാൻ എന്റെ വണ്ടിയിൽ കാഷ്വാലിറ്റിയിൽ എത്തിച്ചു. ഞാൻ ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ സ്പീക്കറിൽ എന്റെ ഫോൺ വഴി കാഷ്വാലിറ്റി കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നു. ഇങ്ങനെ ഒരു ഷോക്ക് അടിച്ച പേഷ്യന്റ് അല്പം ക്രിട്ടിക്കലായിട്ടാണ് കൊണ്ടുവരുന്നത്, പൾസ് ഇല്ലാത്തൊരു പേഷ്യന്റ് ആയിരുന്നു, CPR കൊടുത്തപ്പോൾ പൾസ് ഉണ്ട്, ക്രിട്ടിക്കൽ ആയിട്ടൊരു പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഒരു ടീം റെഡിയായിട്ട് നിന്നു. ഡോക്ടർ അജാസിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഇവിടെ റെഡിയായിട്ട് നിന്നതുകൊണ്ടാണ് രോഗി ശരിക്കും പറഞ്ഞ് രക്ഷപ്പെട്ടത്. വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ഇതേപോലെ രോഗി ഇവിടെ എത്തിക്കാം. CPR കൊടുക്കാനും ഒരു ഡോക്ടറോ ഒരു ഹെൽത്ത് കെയർ വർക്കറോ വേണമെന്നില്ല, സാധാരണ ആർക്ക് വേണമെങ്കിലും ഇത് കൊടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ആ CPR കൊടുത്ത് ഇവിടെ എത്തിച്ചു കഴിഞ്ഞ് ഇവിടുത്തെ ടീമിന്റെ പ്രവർത്തനമാണ്. ആ ഷോക്ക് അടിച്ചതിന്റെ ഭാഗമായിട്ട് ഹാർട്ടിന്റെ താളം തെറ്റിയിരിക്കുന്ന രോഗിക്ക് വേണ്ടുന്ന വിദഗ്ധ ചികിത്സ കൊടുക്കാൻ സന്നദ്ധമായ ഒരു ടീം ഇവിടെ ഉണ്ടായിരുന്നു. ആ ടീമിന്റെ കൃത്യമായ പ്രവർത്തനമാണ് ശരിക്കും ആ രോഗിയുടെ ജീവൻ രക്ഷിച്ചത്. മരണസന്നനായ യുവാവിനെയും കൊണ്ട് ആശുപത്രിയിലെത്തിയപ്പോൾ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജാസും സംഘവും സജ്ജമായിരുന്നു. കൃത്യസമയത്ത് വിദഗ്ധ ചികിത്സ കിട്ടിയതിനാൽ യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഞാനിവിടെ വന്ന് കാഷ്വാലിറ്റിയിൽ വണ്ടി കയറിയപ്പോൾ തന്നെ ഇവിടെ ട്രോളി വിത്ത് ആ പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ളത് റെഡിയായിരുന്നു. കാഷ്വാലിറ്റിയിലുള്ള നമ്മളൊരു ICU സെറ്റ് ചെയ്തിട്ടുണ്ടോ, അത് നമുക്ക് എപ്പോഴും ഉള്ളതാണ്. കാഷ്വാലിറ്റിക്കകത്ത് ഒരു റെസിസ്റ്റേഷൻ റൂം നമുക്കുണ്ട്. അതിനകത്ത് വെന്റിലേറ്ററും ബൈപ്പാപ്പും ഡീഫിബ്രിലേറ്റർ ഷോക്കും നമ്മൾ ഫുള്ളി ഫ്ലഡ്ജ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ആശുപത്രിയാണ്. കാഷ്വാലിറ്റിക്കകത്ത് അതിനായിട്ടൊരു ബെഡ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ബെഡ് നമ്മൾ എല്ലാം റെഡിയാക്കി, എമർജൻസി ട്രേസ് ചെയ്തെല്ലാം റെഡിയായിരുന്നു. അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടെന്ന അജാസ് ഡോക്ടർക്ക് ഇലക്ട്രിക് ഷോക്ക് അടിച്ച ഒരു പേഷ്യന്റിന്റെ ഹാർട്ടിന്റെ റിതം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഷോക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയായിരുന്നു. അപ്പോൾ അതിനുള്ള സജ്ജീകരണം എല്ലാം റെഡിയായിരുന്നു. ഇവിടെ വന്ന് നമ്മൾ എമർജൻസി റൂമിലേക്ക് മാറ്റുമ്പോൾ വീണ്ടും പേഷ്യന്റ് പൾസ് പോയി. അപ്പോൾ നമ്മൾ ടീം വർക്കായിട്ട് CPRും ഓക്സിജനും എല്ലാം കൃത്യമായി കൊടുത്തു. കൃത്യമായ രീതിയിൽ 2 തവണ ഷോക്ക് കൊടുത്തതിന് ശേഷമാണ് പേഷ്യന്റ് നോർമൽ റിതത്തിലേക്ക് എത്തിയത്. അതിനുശേഷം പൊള്ളലിന്റെ ചികിത്സയ്ക്കായിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നിലവിൽ പേഷ്യന്റ് സ്റ്റേബിൾ ആണെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇവിടുത്തെ സജ്ജീകരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ശരിക്കും ഡോക്ടർ അജാസാണ്. ഞാൻ അവിടെ നിന്ന് എത്തിച്ചെങ്കിലും ബാക്കി ഇവിടുത്തെ ടീം ആർമോന്ന രീതിയിൽ എനിക്ക് അഭിമാനത്തോടെ പറയാം, നമ്മളൊരു കാഷ്വാലിറ്റി അത്രയും സുസജ്ജമായ ഒരു ടീം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനൊരു പക്ഷേ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അവർ കുറച്ച് റെഡി ആയിരുന്നിരിക്കാം. പിന്നെ എനിക്ക് പരിചയമുള്ള ആൾക്കാരായതുകൊണ്ടും ആശുപത്രി എനിക്ക് പരിചയമുള്ള സ്ഥലമായതുകൊണ്ടും എനിക്കിവിടെ വന്നാലും എനിക്കത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതല്ലാതെ ബാക്കി എല്ലാ ക്രെഡിറ്റും അവർക്ക് തന്നെയാണ്. 40% പൊള്ളലേറ്റ യുവാവിനെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. യുവാവിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. കഴിഞ്ഞ 6 വർഷമായി ഡോക്ടർ വൈശാഖ് റാന്നി താലൂക്ക് ആശുപത്രിയിൽ ഓർത്തോ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ജീവൻ രക്ഷിക്കുക എന്നതാണല്ലോ ഓരോ ഡോക്ടറുടെയും കടമ. അത് താൻ ചെയ്തു, അത്രയേയുള്ളൂ, ഡോക്ടർ വൈശാഖ് പറഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.